പ്രധാനമന്ത്രിയുടെ ഹിന്ദി സംസാരത്തെ ന്യായീകരിച്ചുള്ള പഴയ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വീണ്ടും പങ്കുവെച്ച ശശി തരൂർ. ഇംഗ്ലീഷ് ഭാഷയെ തള്ളി ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ വിവാദ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് തരൂരിന്റെ വീഡിയോ പോസ്റ്റ്. രാജ്യത്തെ ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നീക്കമെന്ന പ്രതിപക്ഷാരോപണങ്ങൾക്കിടയിലാണ് ശശി തരൂരിന്റെ പോസ്റ്റ്. തരൂരിന് മുന്നറിയിപ്പുമായി ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഇന്ന് രംഗത്തെത്തി. നമുക്ക് കാണാം പ്രതികരണം. നല്ല കാര്യമല്ലേ ശശി തരൂർ വിദേശയാത്ര ചെയ്യുന്നതിന് എന്താ കുഴപ്പം? നിങ്ങൾക്ക് കോൺഗ്രസ് കുറച്ച് സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്. ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം പറഞ്ഞാൽ ഉടനെ 52 വെട്ടി ശരിയാക്കി കളയാമെന്ന് പറയുന്നൊരു പാർട്ടിയല്ല കോൺഗ്രസ്. അതാണ് പാർട്ടിയുടെ സൗന്ദര്യവും. പക്ഷേ പാർട്ടിയുടെ പൊതുവായ ആശയങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോകണമെന്നുള്ള നിർദ്ദേശം എല്ലാവർക്കും ഉണ്ട്. അതിലെവിടെയെങ്കിലും ആ ലക്ഷ്മൺ രേഖ ലംഘിക്കുന്നു പാർട്ടിക്ക് തോന്നുമ്പോൾ പാർട്ടിക്ക് പാർട്ടിയുടേതായ സമയങ്ങളിൽ നടപടിയെടുക്കാൻ അവകാശമുണ്ട്. അത് ആ രീതിയിൽ മുന്നോട്ട് പോകും. എന്നുവെച്ച് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ലംഘിക്കുന്ന പാർട്ടിയല്ല, സഞ്ചാര സ്വാതന്ത്ര്യത്തെ ലംഘിക്കുന്ന പാർട്ടിയല്ല. ശശി തരൂർ കോൺഗ്രസിന്റെ അവിഭാജ്യമായ ഘടകമായിട്ട് തന്നെയാണ് ഇപ്പം നിൽക്കുന്നത്. ഇതാണ് KC വേണുഗോപാൽ പറഞ്ഞത്. പി ആർ സുനിലുണ്ട് കൂടുതൽ വിലയിരുത്തലുമായി. പി ആർ സുനിൽ, എന്താണ് ശശി തരൂരിന്റെ നീക്കം? ഇപ്പോൾ വീണ്ടും ശശി തരൂർ നരേന്ദ്രമോദിക്ക് ബാറ്റ് ചെയ്യുന്നു എന്നതാണ് ACC വൃത്തങ്ങളിലുള്ള സംസാരം. ലക്ഷ്മണരേഖ എന്ന പദം KC വേണുഗോപാലിന് പ്രയോഗിക്കേണ്ടി വന്നതും ആ ഘട്ടത്തിലാണ്. എങ്ങോട്ടാണ് പോക്ക്? എന്താണ് നീക്കം? അരുൺ, ഇന്ത്യയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ സമീപഭാവിയിൽ ലജ്ജിക്കേണ്ടി വരും എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞതിന് തൊട്ട് പിന്നാലെയാണ് നരേന്ദ്രമോദി വിദേശത്ത് പോയി ഇംഗ്ലീഷ് സംസാരിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്ന ശശി തരൂരിന്റെ തന്നെ പഴയ ഒരു വീഡിയോ അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. എന്തിനാണ് ഇങ്ങനെയൊരു സമയത്ത് ശശി തരൂർ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് എന്നത് വലിയ ചോദ്യമായി തുടരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശത്ത് പോയി ഹിന്ദി സംസാരിക്കുന്നതിനെ പ്രകീർത്തിക്കാൻ വേണ്ടിയാണോ? കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഹിന്ദി നിർബന്ധമാക്കാൻ നടത്തുന്ന നീക്കത്തെ പിന്തുണച്ചാണോ എന്ന കാര്യത്തിലൊക്കെ തന്നെ വലിയ ചർച്ചകൾ തുടരുകയാണ്. ചോദ്യങ്ങൾ കോൺഗ്രസിനകത്ത് തന്നെ ഉയരുകയാണ്. ഏതായാലും ഹിന്ദി ഭാഷ രാജ്യത്ത് നിർബന്ധമാക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നത് എന്നത് വലിയ രാഷ്ട്രീയ വിഷയമാണ്. DMK ഉൾപ്പെടെയുള്ള പാർട്ടികൾ വലിയ പ്രതിഷേധം ഇതിനെതിരെ ഉയർത്തുകയാണ്. കോൺഗ്രസും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അപ്പോഴാണ് സ്വന്തം പാർട്ടിയെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ ശശി തരൂർ വീണ്ടും നീക്കങ്ങൾ നടത്തുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മോദി സ്തുതിയായിരുന്നു ശശി തരൂരിൽ നിന്ന് വന്നത്. ഇപ്പോൾ മോദി സർക്കാരിന്റെ രാഷ്ട്രീയ നിലപാടുകളെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ കൂടിയിട്ട് ശശി തരൂർ രംഗത്ത് വരുമ്പോൾ ശശി തരൂരിന്റെ നീക്കം എന്താണ് എന്നതൊക്കെ തന്നെ വലിയ കൌതുകത്തോടെ രാഷ്ട്രീയ വൃത്തങ്ങൾ നോക്കിക്കാണുകയാണ്. ഏതായാലും ലക്ഷ്മണരേഖ ലംഘിച്ചാൽ ശക്തമായ നടപടിയുണ്ടാകും എന്ന് ഇന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒരു വലിയ സന്ദേശമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഏതായാലും ശശി തരൂരിനെതിരെ എന്തെങ്കിലും ഒരു ശക്തമായ നടപടിയെടുക്കും എന്ന സൂചന ഹൈക്കമാൻഡ് നൽകുന്നില്ല. ശശി തരൂർ ഇപ്പോൾ റഷ്യ സന്ദർശനത്തിലാണ്. അത് കഴിഞ്ഞു വന്നാൽ ഒരുപക്ഷെ ഹൈക്കമാൻഡുമായി ചർച്ചയ്ക്ക് ശ്രമിക്കും എന്നൊക്കെയുള്ള സൂചനകൾ വരുന്നുണ്ട്. തീർച്ചയായും ഈ വിഷയങ്ങളിലൊക്കെ തന്നെ ചില വിശദീകരണം ശശി തരൂരിന് നൽകേണ്ടി വരും. ഏതായാലും നേതൃത്വവുമായി ചില അതൃപ്തിയുണ്ട് എന്ന് ശശി തരൂർ പറയുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് ശശി തരൂരിന്റെ അടുത്ത നീക്കങ്ങൾ എന്നറിയാൻ കാത്തിരിക്കാം. താങ്ക് യു. പി ആർ സുനിലാണ് ഡൽഹി